ഈ ഒരു സമയത്ത് രക്ഷാപ്രവർത്തനത്തിലുണ്ടായിരുന്ന ചേട്ടനാണ്. ചേട്ടാ പേരെന്തായിരുന്നു? എൻ്റെ ഒരു പൗലോസ് ലൂയിസ്. എൻ്റെ താമസം ഇവിടെ കോട്ടയത്താണ്. ഞങ്ങൾ പിന്നെ ജോലി കഴിഞ്ഞ് കരയ്ക്ക് വരുമ്പോഴേ സമയത്ത് ഏകദേശം 1 മണിയാവും തോന്നുന്നു ഞങ്ങൾ ഇവിടെ എത്തുമ്പോഴത്തേനും. ആ സമയത്താണ് ഈ 1:30 അങ്ങനെ ഞങ്ങൾ ഈ ഓടി വരുന്ന സമയത്ത് ടൈം നോക്കാറില്ല, ഒരു ഉദ്ദേശം വെച്ച് പറയുന്നതാണ്. അപ്പോൾ ആ സമയത്താണ് നിലവിളി കേട്ടാണ് ഞങ്ങൾ അടുത്ത് പോകുന്നത്. അപ്പോൾ ഒരാളെ രക്ഷിക്കാൻ പറ്റി, മറ്റേ ആളെ വേറൊരു വെള്ളക്കാർ വന്ന് അവരെ ഞങ്ങൾ പറഞ്ഞ് മറ്റേ ഒരാളെ വിളി കേൾക്കുന്ന അവരെ കൂടെ എടുക്കാൻ പറഞ്ഞു. അപ്പോൾ ആളെ എടുത്തുകൊണ്ട് വരുമ്പോഴാണ് ആളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയാണ് ആൾ മരിക്കുന്നത്. അപ്പോൾ ആളെ രക്ഷിച്ചിട്ട് നമ്മൾ മറ്റു സാധനങ്ങൾ നോക്കിയിട്ട് ബാഗ് ഒരു സാധനം കിട്ടിയില്ല, എല്ലാം നഷ്ടപ്പെട്ടു പോയി. അപ്പോൾ ഈ ആളെ മാത്രമേ രക്ഷിക്കാൻ പറ്റി. ആളെ കൊണ്ട് ഞങ്ങൾ 2:30 കരയെത്തി. അപ്പോൾ ഇവിടെയുള്ള കുഴപ്പമെന്ന് പറയുന്നത് ഈ ഗവൺമെൻറ് ഇവിടെ ഒന്നും ചെയ്യുന്നില്ല. ഇത്രയും മരണങ്ങൾ നടന്നിട്ട് പോലും ഒന്നും ചെയ്യുന്നില്ല. എന്താണ് കാരണം? ഞങ്ങളുടെ ഉപജീവന മാർഗ്ഗം മാത്രമാണ് ഇത്. ഞങ്ങൾക്ക് വേറെ ഒരു തൊഴിലും അറിയില്ല. ഞങ്ങളുടെ മക്കളെ കുടുംബത്തിനെ നോക്കാൻ വേണ്ടിയിട്ടാണ് ഈ ജോലിക്ക് പോകുന്നതാണ്. അപ്പോൾ ഇവരെന്ന് പറഞ്ഞാൽ ഈ വർഷാവർഷം ഇവിടുന്ന് മണൽ മാറ്റിയില്ലാതെ, മണൽ നീക്കം ചെയ്തില്ലാതെ ഇവിടെ ഒരു പരിപാടി നടക്കത്തില്ല. പക്ഷേ ഇവരത് ചെയ്യുന്നില്ല. എന്താണ് കാരണം അറിയാം? ഇത്രയും കോടികൾ ചിലവാക്കി ഹാർബറിന് വേണ്ടി ഇത്രയും കോടികൾ ചിലവാക്കുന്നത് എന്ത് ചെയ്യണമെന്നറിയില്ല. ഇവിടെ കൊണ്ടുവന്ന് ഈ 2 JCB ഇട്ട് മണൽ മാറ്റി എന്ന് എത്ര മണൽ ഇവർ മാറ്റും? ഇതാണ് ഇവിടെ വർഷാവർഷം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് എന്താ ഇപ്പോൾ ഒരു ഗവൺമെൻറ് വന്നിട്ട് ഇത് എന്താണ് ഏതാണെന്ന് പറഞ്ഞ് നമ്മൾ മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടി ഇതുവരെ ഒന്നും ചെയ്യുന്നില്ല. നമ്മൾ അങ്ങ് അവർ ഒരു നമ്മൾ എന്തോ പറയാം, പിന്നെ കേരളത്തിൻ്റെ ജവാന്മാരെന്ന് പറഞ്ഞാൽ നമ്മളൊരു സമയത്ത് സൈന്യമെന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള നമുക്കാണ് ഈ അവഗണന. അതെന്താണെന്ന് നമുക്കൊരു പിടിയും കിട്ടില്ല. എന്തിനാണ് നമ്മളടുത്ത് ഇങ്ങനെ ഈ ക്രൂരത കാണിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല. അതൊരു വല്ലാത്തൊരു സങ്കടമാണ്. കാര്യം നമ്മൾ അത്രയും കഷ്ടപ്പാടുപെട്ടാണ് ഈ തൊഴിലിന് പോകുന്നത്. നമ്മുടെ കുടുംബം പോറ്റാൻ വേണ്ടിയിട്ട് അത്രയും ബുദ്ധിമുട്ടിയാണ് പോകുന്നത്. നമുക്ക് അത്രയും വിഷമമുണ്ട്. ഈ ഗവൺമെൻറ് എന്താണ് നമ്മളടുത്ത് ഇങ്ങനെ കാണിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല. എവിടെ നിന്ന് വരുന്നതായിരുന്നു വെള്ളം? അങ്ങോട്ടൊന്ന് കാണിച്ചാൽ മതി. ഇങ്ങനെ വന്നാണ് കയറിയത്. വന്ന് ഇനി കയറി അങ്ങനെ കയറി. Ini berdua kalau dia di West,